സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കല്ല അടിമപ്പെടേണ്ടത്. നമുക്ക് പലതും ചെയ്യാൻ തോന്നും, അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പലതും പറയാൻ തോന്നും, നാവിനെ പിടിച്ചു വെക്കണ്ടേ? പലതും എഴുതിവിടാൻ തോന്നും, എഴുതിവിടാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയുണ്ട്, ആരെന്ത് എഴുതിവിട്ടാലും വായിക്കാൻ ആളുണ്ട്. പക്ഷെ നമുക്ക് എഴുതേണ്ടതല്ലേ എഴുതാൻ പറ്റൂ, പറയേണ്ടതല്ലേ പറയാൻ പറ്റൂ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ലോകമാണോ നമ്മുടേത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ പോലും അവിശ്വസിച്ച അബൂജഹൽ, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ഈ റസൂൽ നുണ പറയുന്നു എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? അബൂജഹൽ പറഞ്ഞു, ഇല്ല ഇല്ല, നുണ പറയുന്ന ആളല്ല. ഇന്നി അഅലമു അന്ന മുഹമ്മദൻ ലാ യക്ദിബ്, മുഹമ്മദ് നബി നുണ പറയില്ല എന്ന് എനിക്കറിയാമെന്ന് അബൂജഹൽ പറഞ്ഞിട്ടുണ്ട്. വലാകിൻ ഖാല ബനൂ ഹാഷിം, ബനൂ ഹാഷിം കുടുംബക്കാർ പറഞ്ഞു, ഫീന സിഖായ, ഞങ്ങളാണ് കഅബാലയത്തിന്റെ സിഖായ പണിയെടുക്കുന്നത്, അവിടുത്തെ ഹജ്ജാജിമാർക്ക് വെള്ളം കൊടുക്കുന്നത്. അപ്പോ ഞങ്ങൾ പറഞ്ഞു, ഫീന റിഫാദ, ഞങ്ങൾക്കാണ് കഅബാലയത്തിന്റെ സേവകന്മാരുടെ റിഫാദ ജോലി ഞങ്ങൾക്കാണ്. അപ്പൊ അവര് പറഞ്ഞു ഫീനൽ ഹിജാബ, അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഫീനർ റായ, അപ്പൊ അവര് പറഞ്ഞു ഫീനൻ നുബുവ, ഞങ്ങൾക്ക് നബിയുണ്ട്, അന്ത്യ റസൂൽ ഞങ്ങളുടെ കൂട്ടത്തിലാണ്. എന്നാൽ ആ പറഞ്ഞ വാക്കിന് മറുപടി പറയാൻ ഞങ്ങളുടെ തറവാട്ടിൽ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാതിരിക്കുന്നത് എന്ന് സ്വന്തം നേതൃത്വം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് കലിമ ചൊല്ലാൻ മടിച്ചുപോയ അബൂജഹൽ ആധുനിക ലോകത്തെ ഒരുപാട് ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സത്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. വിളിച്ചു പറഞ്ഞാൽ വല്ലരും വെട്ടിക്കൊല്ലുമോ? ഞാൻ വിളിച്ചു പറഞ്ഞാൽ മുസ്ലിമായാൽ എന്റെ കുടുംബം എന്നെ ഒറ്റപ്പെടുത്തുമോ? ഞാൻ മുസ്ലിമായാൽ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തേക്കുമോ? എന്തു ചെയ്യാൻ? ഈ ദുന്യാവിൽ ഒരു മരണമല്ലാതെ രണ്ട് മരണമുണ്ടോ? ഒന്നല്ലേ ഉള്ളൂ. ആ ഒരു മരണം അല്ലാഹുവിനാണെങ്കിൽ സ്വർഗമല്ലേ സ്വർഗം. സ്വബ്റന്നാല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന, യാസിർ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം വിധിച്ചിരിക്കുന്നുവെന്ന് ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദിന് വേണ്ടി നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.